ഹായ് പ്രിയപ്പെട്ടവരെ, കീം 2024 ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രക്രിയ തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബിടെക്കിനും ഫാർമസിക്കും നേരത്തെ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും വിളിച്ച് സംശയം ചോദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പ്രവേശന നടപടികൾ ആരംഭിച്ചത് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കീമിൻ്റെ ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് പോർട്ടൽ വഴി അപേക്ഷാർത്ഥിയുടെ ഹോം പേജ് വഴിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2000 രൂപ ഫീസ് അടക്കണം. SC ST OEC മറ്റു ചില ആളുകൾക്ക് കൂടി 500 രൂപ അടച്ചാണ്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോഷൻ ഡെപ്പോസിറ്റിലേക്ക് ചേർത്ത് വെക്കും. മറ്റുള്ളവരാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ട്യൂഷൻ ഫീസിലേക്ക് 2000 രൂപ ആഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയപ്പെടുന്നത് ഈ ഓഗസ്റ്റ് മാസം 5-ാം തീയതി രാവിലെ 11 മണി വരെയാണ്. അപ്പോൾ 8-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അതിനു മുമ്പ് നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഫീസാണ്. കാരണം എല്ലാ കോഴ്സിനും ഒരേ ഫീസായിരിക്കില്ല, എല്ലാ കോളേജിലും ഒരേപോലെ ഫീസായിരിക്കില്ല. 3 ടൈപ്പ് കോളേജുകളാണുള്ളത്. ഗവൺമെൻറ് കോളേജുകൾ G എന്നും, നമ്മുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ N എന്നും, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ S എന്നുമാണ് അറിയപ്പെടുന്നത്. ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓട്ടോണമസ് കോളേജുകൾ തുടങ്ങിയവ കൂടിയിട്ട് 18 കോളേജുകളുണ്ട്. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഉദാഹരണം LBS പോലുള്ള കോളേജുകൾ, അങ്ങനെയുള്ള കോളേജുകൾ 25 ഉണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കേരള സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള കോളേജുകളും അതുപോലെ തന്നെ കേരള കാത്തലിക് അസോസിയേഷൻ്റെ കീഴിലുള്ള കോളേജുകളും ഉൾപ്പെടെ 96 കോളേജുകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീസുകൾ വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഫാർമസിയിലാണെങ്കിൽ 5 ഗവൺമെൻറ് കോളേജുകളും 52 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണുള്ളത്. ഫീസ് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഗവൺമെൻറ് കോളേജിലെ ബിടെക്കുകൾ ഫീസുകൾക്ക് ഒരു ഏകദേശം 8650 രൂപയാണ് ഫീസ് വരിക. കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിലൊക്കെ ആണെങ്കിൽ 36750 രൂപയാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടക്ക് 68250 രൂപയാണ്. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ തന്നെ 25% സീറ്റുകൾക്ക് വരുമാന പരിധി നോക്കിയിട്ട് 50000 രൂപ ഫീസും, 25% ആളുകൾക്ക് 50000 പ്ലസ് 25000 രൂപ സ്പെഷ്യൽ ഫീസും അടക്കണം. അതിൽ നേവൽ ആർക്കിടെക്ചറൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഫീസിൽ വീണ്ടും വ്യത്യാസം വരും. കാരണം 85000 രൂപ, അതിൽ 25%, മറ്റു കുട്ടികൾക്ക് 85000 രൂപ പ്ലസ് 50000 രൂപ സ്പെഷ്യൽ ഫീസ് അടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫാർമസിയുടെ ഫീസ്, ഫാർമസിയുടെ ഗവൺമെൻറ് കോളേജുകളിലെ ഫീസ് എന്ന് പറയപ്പെടുന്നത് മെറിറ്റ് സീറ്റിൻ്റെ ഫീസ് 17370 രൂപയാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 1,36,045 രൂപയും പ്ലസ് 39,771 രൂപ സ്പെഷ്യൽ ഫീസും അടക്കണം. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ തന്നെ കൊടുക്കണം. കാരണം ഓപ്ഷന് വരുന്നത് 1, 2, 3, 4. നിങ്ങൾ ആദ്യം കൊടുത്തത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആദ്യം കിട്ടും. അതിനുശേഷമായിരിക്കും രണ്ടാമത്തെ പരിഗണിക്കുക, അതിനുശേഷമായിരിക്കും മൂന്നാമത്തെ പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള കോളേജുകൾ ആദ്യം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് ഈ കോളേജിൽ കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഏത് കോളേജ് വേണമെന്ന് മനസ്സിലാഗ്രഹമുണ്ടോ കോളേജ് ആദ്യം കൊടുക്കുക. ചില കുട്ടികൾക്ക് കോളേജ് ആയിരിക്കും, ചില കുട്ടികൾക്ക് കോഴ്സ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി പറയുന്നു CET തിരുവനന്തപുരം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ TKM കോളേജ് കൊല്ലം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ NSS പാലക്കാട് കിട്ടിയാൽ മതി. അങ്ങനെ വിചാരിക്കുന്ന കുട്ടികൾ, അവിടെ ഏതെങ്കിലും ബ്രാഞ്ച് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികൾ, ആ കോളേജുകളുടെ എല്ലാ ബ്രാഞ്ചുകളും, ഒരു കോളേജ് പ്ലസ് ഒരു ബ്രാഞ്ചിനെയാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ കൊടുക്കുമ്പോഴേക്ക് ആ കോളേജിൻ്റെ ബ്രാഞ്ച്, ഇപ്പോൾ ഉദാഹരണം CETയിൽ മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ എല്ലാം കൊടുക്കണമെങ്കിൽ CET മാത്രം കിട്ടിയാൽ മതി. CETയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി എങ്കിൽ CETയിൽ എല്ലാ കോഴ്സുകളും പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം കൊടുക്കുക. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ കോളേജ് കിട്ടില്ല. നമുക്കിപ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ, ഫസ്റ്റ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ബ്രാഞ്ചും കോളേജും ഉണ്ടായിട്ട് അവിടെ കൊടുക്കാതിരിക്കുകയും സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൊടുക്കാൻ സാധ്യമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പുതിയ കോളേജുകളോ പുതിയ ബ്രാഞ്ചോ സെക്കൻഡ് റൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷൻ കൊടുത്ത് എത്ര ഓപ്ഷൻ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഓപ്ഷനും കൊടുക്കാം. ഫാർമസിയിലും എഞ്ചിനീയറിംഗിലും 2 റാങ്ക് ലിസ്റ്റിലും വന്ന ആളുകൾ മിക്സ് ചെയ്തിട്ട് ഓപ്ഷൻ കൊടുക്കാം. ആദ്യം ഫാർമസി വേണമെങ്കിൽ ആദ്യം ഫാർമസി കൊടുക്കണം, അതിനുശേഷം ബിടെക് കൊടുക്കണം. എഞ്ചിനീയറിംഗ് ആണ് ആദ്യം വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് കൊടുക്കണം. ബിടെക്കിൻ്റെ ഓരോ ബ്രാഞ്ചുകളിൽ ഏത് ബ്രാഞ്ചാണ് CS വേണമെങ്കിൽ CS ആദ്യം കൊടുക്കണം, അതിനുശേഷം അടുത്ത കോഴ്സുകൾ കൊടുക്കണം. ഇങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്.
അവസാന റാങ്ക് ഇപ്പോൾ ലാസ്റ്റ് ഇയർ കിട്ടിയ 2023 പിന്നെ നമ്മുടെ കീമിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ കാൻഡിഡേറ്റിൽ പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ 3rd ഫേസും 2nd ഫേസും 1st ഫേസിലൊക്കെ കിട്ടിയ ഓരോ കാറ്റഗറി വൈസ് ജനറലിന് എത്ര കിട്ടി, OBCക്ക് എത്ര കിട്ടി, പിന്നോക്കക്കാർക്ക് എത്ര കിട്ടി, SC STക്ക് ഏതൊക്കെ റാങ്കിലാണ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രം മുമ്പിൽ വെച്ച് പോരുത്. ആ റാങ്ക് തന്നെ ആയിരിക്കില്ല. ഈ വർഷത്തെ താല്പര്യങ്ങൾ മാറാം, ഈ വർഷത്തെ ഡിസിഷൻ മാറാം, ആളുകളുടെ ചോയ്സ് മാറാം. അതൊക്കെ അനുസരിച്ചാണ് ഓപ്ഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കോളേജ്, ഏത് കോഴ്സാണ് വേണ്ടത് അത് ആദ്യത്തെ ഓപ്ഷനായി കൊടുക്കുക. എന്നാൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നമ്മുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന റാങ്ക് കിട്ടിയ ആളുകൾ കൊടുത്ത ചോയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ താഴെയുള്ള റാങ്കുകാരന് കിട്ടുക എന്ന കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. പ്രധാനമായിട്ടും ഈ കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. അവിടെ 2 തരം ഫീസുകളുണ്ട്. ഫീസ് കുറഞ്ഞ സീറ്റുകളുണ്ട്, ഫീസ് കൂടിയ സീറ്റുകളുണ്ട്. ഫീസ് കുറഞ്ഞ സീറ്റ് എന്ന് പറയുന്നത് മെറിറ്റ് ഫീസ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ഫീസ്. ഫീസ് കൂടിയ ഫീസ് എന്ന് പറയുന്നത് ഫുൾ ഫീ. ഉദാഹരണം, LBS എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടണം. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് അവിടെ നിങ്ങൾ ആദ്യം നൽകേണ്ടത് മെറിറ്റ് ഫീസ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ഫീസിലേക്കാണ്. നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയേ മതിയാവുമെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ അവിടുത്തെ ഫുൾ ഫീസിലേക്ക് കൊടുക്കുക. അപ്പോൾ 2 ഓപ്ഷൻ കൊടുക്കണം. ഒരേ കോഴ്സിന് 2 ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീസ് അടക്കണം. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ, ഹയർ ഓപ്ഷന് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫേം ചെയ്യണം അതാത് സമയങ്ങളിൽ. ആ കാര്യം മറക്കരുത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, താഴെയുള്ള നിങ്ങൾ നേരത്തെ കൊടുത്ത മുകളിലെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിന് മുകളിലെ ഓപ്ഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും പോകും. കാരണം അതിനേക്കാൾ മുമ്പ് പ്രയോറിറ്റി കൊടുത്ത കോളേജുകൾ മാത്രമേ ബാക്കി നിൽക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിച്ച ആളുകൾ ഗവൺമെൻറ് എയ്ഡഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡിലെ ഓട്ടോണമസ് കോളേജുകൾ, ഈ കോളേജുകളിൽ കിട്ടിയ ആളുകൾ അവിടുത്തെ മുഴുവൻ ഫീസും അടക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ വെബ്സൈറ്റ് പരിശോധിക്കുക. എല്ലാ സാധനങ്ങളും കൃത്യമായ നോട്ടിഫിക്കേഷനിലൂടെ വരുന്നതാണ്. SC ST OEC അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ അടക്കേണ്ടത് 500 രൂപയാണ്. അവർക്ക് ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ, അവർ ഇപ്പോൾ കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജ്മെൻറ്റ് കോട്ടയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവർ 8000 രൂപ അടക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. ഇനി ആരെങ്കിലും ഓപ്ഷൻ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളും കോഴ്സുകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ. താങ്ക്